ഹായ് ഗായ്സ്. സോ മത്തായിസ് ഫ്രൈഡേ മാറ്റിനിൽ ഈ ആഴ്ചയിലെ മൂവി ഒരു തമിഴ് സിനിമയാണ്. DC അല്ല, DC എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് കാണാൻ പോകുള്ളൂ. സോ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ബട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മെയ്യഴകൻ റീവാച്ച് ചെയ്യേണ്ട വന്നു. ഒന്നുകൂടി ഇന്ന് ചുമ്മാ ഇരുന്ന് കണ്ടു. അപ്പോൾ ഇന്ന് അതിനെ പറ്റി പറയാം, മെയ്യഴകനെ പറ്റി പറയാം. ഞാൻ കോയമ്പത്തൂർ വെച്ചാണ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. അപ്പം അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇത് OTT വന്നതിന് ശേഷം ആൾക്കാർ ഇതിനെ പൂഴ്ത്തി പറയും. കാരണം അന്ന് ഞാൻ കാണുമ്പോൾ ഇപ്പോൾ 10-20 പേരുള്ളൂ തിയേറ്ററിൽ. സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ പോയൊരു സിനിമയാണ് തിയേറ്ററിൽ മെയ്യഴകൻ. ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം ആൾക്കാർ കണ്ടു. എനിക്ക് ഓൾമോസ്റ്റ് ആൾക്കാർ ഫുൾ കണ്ടിട്ടുണ്ട്. ബട്ട് എന്നാലും കാണാത്തവരുണ്ട് ഇപ്പോഴും മെയ്യഴകൻ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പ്രേംകുമാറിൻ്റെ എനിക്ക് 96-നേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെയ്യഴകൻ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് കാർത്തി ഉണ്ട്, അരവിന്ദ് സ്വാമി ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കഥാപാത്രങ്ങളുടെ കഥകൾ പറയുന്നുണ്ട്. ബട്ട് ഇവരുടെ രണ്ടുപേരുടെയും ചുറ്റിപ്പറ്റി നിൽക്കേണ്ട വേറെ കുറേ കഥാപാത്രങ്ങളും ഉണ്ട്. ഇതിനകത്ത് അവരുടെയും കുറേ ലേയേഴ്സ് ഉണ്ട്, അവരുടെയും കുറേ കഥകൾ പറയുന്നുണ്ട്. എടുക്കുന്ന ഓരോ ഫ്രെയിമിലും ഓരോ കഥകളുണ്ട്. ഇപ്പം കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്കിതൊരു പുതിയ ഫീലായിരിക്കും മെയ്യഴകൻ. കണ്ടവരാണെങ്കിൽ റീവാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ സിനിമയെ പറ്റി അറിയാൻ പറ്റും. കൂടുതൽ ആദ്യം കണ്ട ലെയർ ആയിരിക്കില്ല നിങ്ങൾ രണ്ടാമത് കാണുമ്പോൾ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫിലിം. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിലൊന്ന് തന്നെയായിരിക്കും മെയ്യഴകൻ. കണ്ടവരുണ്ടെങ്കിൽ റീവാച്ച് ചെയ്യുക, നിങ്ങൾക്ക് കുറച്ചും കൂടി മെയ്യഴകനെ ഇഷ്ടപ്പെടും. സോ നെക്സ്റ്റ് ഫ്രൈഡേ നെക്സ്റ്റ് ഫിലിം വിത്ത് മീ മത്തായിസ് ഫ്രൈഡേ മാൻ.